ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം, അഭിപ്രായ സ്വാതന്ത്ര്യം നൽകണം, മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ ഇന്ത്യയോട് ആവശ്യപ്പെട്ട സ്വിറ്റ്സർലൻഡിന് ഇന്ത്യ വയറു നിറച്ച് നല്ല മറുപടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിൽ തന്നെ വൈറലായ ഒരു വാർത്ത കൂടിയാണ്. ഇന്ത്യയുടെ പ്രതിനിധി ഷിജിത് ത്യാഗി UN മനുഷ്യാവകാശ കൗൺസിൽ ഇതിന് ഒരു മറുപടി നൽകി. അദ്ദേഹം ആദ്യം പറഞ്ഞത്, ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ശരിയാക്കൂ, എന്നിട്ട് അറിവില്ലാത്തതും ആഴം കുറഞ്ഞതുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UN മനുഷ്യാവകാശ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ നിലവിൽ സ്വിറ്റ്സർലൻഡിനാണ്. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് വംശീയത, വിദ്വേഷ പ്രചരണം, വിദേശീയ വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നടപടിയെടുക്കൂ, ഇല്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. കാരണം ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഞങ്ങൾ സഹായിക്കാം, അല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരേണ്ടതില്ല എന്ന് സ്വിറ്റ്സർലൻഡിന് കൃത്യമായി തന്നെ UN കൗൺസിലിൽ ത്യാഗി മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനാണ്. അത് 2 വർഷം കൂടുമ്പോഴാണ് ഈ അധ്യക്ഷൻ മാറുന്നത്. ഇനിയിപ്പം അധികം സമയമൊന്നുമില്ല. അതിന് മുൻപ് ഇന്ത്യക്കെതിരെ ഒരു കൊട്ടുകൊടുത്തിട്ട് ഇറങ്ങുക എന്നുള്ള പതിവ് യൂറോപ്യൻ രീതിയാണ് സ്വിറ്റ്സർലൻഡ് നടപ്പാക്കാൻ ശ്രമിച്ചത്. അതായത് അവരുടെ രാജ്യത്ത് തന്നെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വംശീയതയുണ്ട്, വിദ്വേഷ പ്രചരണമുണ്ട്, വിദേശികൾക്കെതിരെയുള്ള വിദ്വേഷ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെയെല്ലാം മൂടിവെക്കാനായിരിക്കാം ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡ് ഇന്ത്യ പറഞ്ഞ് ശരിയാക്കുന്നത്. അതായത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നൊക്കെ. അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത്, അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട, ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കൂ, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതെങ്ങനെ നടപ്പാക്കണമെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.